ക്ഷേത്രങ്ങൾക്ക് മുകളിൽ വ്യാളീമുഖമായ ഒരു രൂപം നാം കാണാറില്ലേ? അതാണ് കിം പുരുഷൻ. ആരാണ് കിം പുരുഷൻ? ശിവകിരീടമണിഞ്ഞ് നാക്ക് പുറത്തേക്കു തള്ളി കൈകൾ രണ്ടും താഴോട്ട് നീട്ടിപ്പിടിച്ച് ഉടലില്ലാത്ത വികൃത രൂപമായി കാണപ്പെടുന്നതാണ് കിം പുരുഷ രൂപം. സന്താനങ്ങളില്ലാതെ ദുഃഖിതയായ പ്രകൃതിദേവി കഠിന തപസ്സനുഷ്ഠിച്ച് ഒരു വേള ശിവഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. തനിക്ക് ഉത്തമനായ മകൻ പിറക്കണം, എല്ലാം കൊണ്ടും ഉത്തമനായ സൽപുത്രൻ ദേവി ആവശ്യപ്പെട്ടു. ദേവിയുടെ തപസ്സിൽ സന്തുഷ്ടനായ മഹാദേവൻ ഒരു സൽപുത്രൻ ദേവിക്ക് പിറക്കട്ടെ എന്ന വരം കൊടുത്തു. ശ്രേഷ്ഠനായ ഒരു കുട്ടി ഭൂമിയിൽ പിറന്നാൽ അത് തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനും മുകളിലായിരിക്കുമെന്ന് ദേവപത്നിമാർ വ്യാകുലപ്പെട്ടു. അവർ വിഷമം ദേവമഹർഷി നാരദ മുനി സമക്ഷം അറിയിച്ചു. ശിവഭഗവാനാൽ ഗർഭിണിയായ പ്രകൃതീശ്വരിക്ക് ഭക്ഷണമായി നൽകുന്ന പഴങ്ങളിൽ വജ്രം കലർത്തി ഗർഭമലസിപ്പിക്കാൻ നാരദ മഹർഷിയുടെ സാന്നിധ്യത്തിൽ ദേവീദേവന്മാർ തീരുമാനമെടുത്തു. പ്രകൃതീശ്വരി പ്രസവിച്ചപ്പോൾ കയ്യും തലയുമായി ഉടലില്ലാത്ത ഒരു വികൃത രൂപമാണ് ഭൂമിയിൽ പിറന്നു വീണത്. വ്യാളീമുഖം ഭൂമിയിൽ പിറന്നു വീണപ്പോൾ വജ്രത്തിന്റെ ശബ്ദമെന്നോണം കിം ശബ്ദത്തോടെ പിറന്നതിനാൽ പ്രകൃതിദേവിയുടെ പുത്രൻ കിം പുരുഷൻ എന്നറിയപ്പെട്ടു. തനിക്ക് പിറന്ന ശിശുവിന്റെ വികൃത രൂപം കണ്ട് പ്രകൃതീശ്വരി കോപിച്ചു. ദേവിയുടെ ശാപമേൽക്കാതിരിക്കാൻ ശിവഭഗവാനും മറ്റു ദേവീദേവന്മാരും ഒടുവിൽ പ്രകൃതീശ്വരിയോട് അപേക്ഷിച്ചു. ഇനി ദേവിയുടെ അധീനതയിൽ ഭൂമിയിൽ ദേവീദേവന്മാരായ ഞങ്ങൾക്ക് എവിടെ ആരൂഢമുണ്ടാക്കുന്നുവോ അതിൻ്റെ ഏറ്റവും മുകളിലായി ദേവിയുടെ പുത്രനെ പ്രതിഷ്ഠിക്കും. കിം പുരുഷനെ വണങ്ങിയ ശേഷമേ ക്ഷേത്രത്തിലെ ദൈവങ്ങളെ ഭക്തർ തൊഴുകയുള്ളൂ. ശിവഭഗവാൻ തൻ്റെ കിരീടം കിം പുരുഷന് നൽകി. ഭീകരത തോന്നിപ്പിക്കുന്ന മുഖത്തോടെ ഇരു കൈകളും താഴോട്ട് നീട്ടിവെച്ചിരിക്കെയാണ് കിം പുരുഷൻ. ഞാൻ പ്രകൃതീശ്വരിയുടെ പുത്രനാണ്. ഈ ക്ഷേത്രവും ഭൂമിയുമെല്ലാം എൻ്റെ അധീനതയിലാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതൊരു മാതാവും തൻ്റെ മക്കളെക്കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠപ്പെടാറുണ്ട്. അതുപോലെ ചില വേളയിൽ പ്രകൃതീശ്വരി തൻ്റെ മകനെക്കുറിച്ച് ആലോചിച്ചും ദുഃഖിക്കാറുണ്ട്. അങ്ങനെ ദുഃഖിക്കുന്ന സമയത്താണത്രേ ഭൂമിയിൽ പ്രകൃതിക്ഷോഭം സംഭവിക്കുന്നത് എന്ന് കരുതുന്നു.